ഗുഡ് ഈവനിംഗ്. സ്പെഷ്യൽ എഡിഷനിൽ ആദ്യം പ്രധാന വാർത്ത. ഇറാഖിൽ വിമതർ മോചിപ്പിച്ച നഴ്സുമാർ നാളെ നാട്ടിലെത്തും. അർബിൽ വിമാനത്താവളത്തിൽ നിന്ന് രാത്രി 12-ന് ഇന്ത്യയിലേക്ക് തിരിക്കും. രാവിലെ 7-ന് കൊച്ചിയിലെത്തും. ആശങ്ക അവസാനിച്ചെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. ശുഭപ്രതീക്ഷയുടെ വിജയമെന്ന് വിദേശകാര്യ മന്ത്രാലയം. പുതിയ സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമന വിഷയത്തിൽ പരസ്യ വിമർശനത്തിന് പിന്നാലെ കേന്ദ്ര സർക്കാരിന് ചീഫ് ജസ്റ്റിസിന്റെ കത്ത്. കൊളീജിയത്തിന്റെ ശുപാർശ ഏകപക്ഷീയമായി ഒഴിവാക്കിയ സംഭവം ആവർത്തിക്കരുതെന്ന് ചീഫ് ജസ്റ്റിസ് RM ലോധ. പാചകവാതകത്തിനും മണ്ണെണ്ണയ്ക്കും വില കുത്തനെ വർദ്ധിപ്പിക്കാൻ ശുപാർശ. പാചകവാതകത്തിന് വില സിലിണ്ടറിന് 250 രൂപയും മണ്ണെണ്ണയ്ക്ക് 4 മുതൽ 5 രൂപ വരെയും കൂട്ടാൻ ശുപാർശ. കിരിത് പരീഖ് കമ്മിറ്റിയുടെ ശുപാർശ മന്ത്രിതല സമിതി പരിഗണിക്കും. കൊച്ചിയിലെ DLF ഫ്ളാറ്റിന് അനുമതി നൽകിയ നടപടിയിൽ പാരിസ്ഥിതിക ആഘാത നിർണയ അതോറിറ്റി നിലപാട് മാറ്റി. ഹൈക്കോടതി വിധിക്കനുസരിച്ച് മാത്രമേ പാരിസ്ഥിതിക അനുമതി നൽകാവൂ എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കാൻ അതോറിറ്റി യോഗത്തിന്റെ തീരുമാനം. ആശങ്കയുടെ മുൾമുനയിൽ നിന്ന് മലയാളി നഴ്സുമാർ നാട്ടിലേക്ക്. ഇറാഖിൽ ആഭ്യന്തര യുദ്ധത്തിനിടെ വിമതരുടെ പിടിയിലായ മലയാളി നഴ്സുമാർ മോചിതരായി. ISIS നിയന്ത്രിത പ്രദേശത്തിന്റെ അതിർത്തിയിലെത്തിച്ച നഴ്സുമാരെ ഇന്ത്യൻ എംബസി അധികൃതരെ ഏൽപ്പിച്ചു. എംബസിയുടെ വാഹനത്തിൽ നഴ്സുമാർ വിമാനത്താവളത്തിലെ ഹോട്ടലിലെത്തി. രാത്രി 12-ന് എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനത്തിൽ ഇവർ നാട്ടിലേക്ക് തിരിക്കും. മണിക്കൂറുകൾ നീണ്ട ആശങ്കകൾക്കൊടുവിലാണ് 46 മലയാളി നഴ്സുമാർ മോചിതരാവുന്നത്. ഉച്ചയോടെ മൂസിലിൽ നിന്ന് അർബിലിലേക്ക് യാത്ര തിരിച്ച നഴ്സുമാരെ ISIS നിയന്ത്രിത പ്രദേശാതിർത്തിയിൽ വെച്ച് ഇന്ത്യൻ എംബസി ഉദ്യോഗസ്ഥർക്ക് കൈമാറുകയായിരുന്നു. അർബിലിൽ നഴ്സുമാർക്ക് ആവശ്യമായ സൗകര്യങ്ങൾ ഇന്ത്യൻ എംബസി അധികൃതർ ഒരുക്കിയിട്ടുണ്ട്. We had envisaged this earlier and therefore had sent our officials from Baghdad to Erbil to ensure that if this option was going to happen, they would be available for them to receive them. They are now in contact with those Indian nurses. The process is underway for their return to India. നഴ്സുമാരെ ഇന്ത്യയിലേക്ക് തിരികെ കൊണ്ടുവരാനായി ഡൽഹിയിൽ നിന്ന് പോകുന്ന പ്രത്യേക വിമാനം രാത്രി 12 മണിയോടെ അർബിലിൽ എത്തുമെന്നാണ് സൂചന. ഈ വിമാനത്തിൽ യാത്ര തിരിക്കുന്ന നഴ്സുമാർ നാളെ രാവിലെ 7 മണിയോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലെത്തും. ഇറാഖിൽ നിന്ന് നഴ്സുമാരെ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ഉദ്യോഗസ്ഥർ അനുഗമിക്കും. ഇറാഖിൽ ആഭ്യന്തര യുദ്ധം രൂക്ഷമായ തിക്രിത്തിൽ ആശുപത്രിയിൽ നിന്ന് ഇന്നലെ ഉച്ചയോടെയാണ് വിമതർ നഴ്സുമാരെ കൊണ്ടുപോയത്. തുടർന്ന് രാത്രിയോടെ നഴ്സുമാരെ മൂസിലിൽ എത്തിക്കുകയായിരുന്നു. വിമതർ തങ്ങൾക്ക് ഭക്ഷണവും വെള്ളവും നൽകിയതായും വീട്ടുകാരോട് സംസാരിക്കാൻ സൗകര്യം ചെയ്തിരുന്നതായും നഴ്സുമാർ സുഹൃത്തുക്കളോട് പറഞ്ഞു. ന്യൂസ് ഡെസ്ക് മീഡിയ 1. നഴ്സസ് അസോസിയേഷൻ ഭാരവാഹി ജിതിൻ ലോഹി തൃശൂരിൽ നിന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കും. TK ഹംസ CPM നേതാവ് അദ്ദേഹത്തെ മലപ്പുറം ബ്യൂറോയിൽ പ്രതീക്ഷിക്കുന്നു. ഒപ്പം ഇറാഖിൽ നിന്നുള്ള നഴ്സുമാർ, ഇറാഖിൽ നിന്ന് രാജീവ് ചേലനാട്ട്, കോൺഗ്രസ് നേതാവ് KC വേണുഗോപാൽ, BJP നേതാവ് ജോർജ് കുര്യൻ എന്നിവരെയും ടെലിഫോൺ ലൈനിൽ പ്രതീക്ഷിക്കുന്നു. ആദ്യം ജിതിൻ ലോഹിയിലേക്ക്. ജിതിൻ ലോഹി, ഇറാഖിലെ നഴ്സുമാരുടെ അവസ്ഥയെക്കുറിച്ച് നേരത്തെ മുതൽ വൈരുദ്ധ്യമുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അവിടെ തന്നെ തുടരാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നു നഴ്സുമാർ എന്നാണ് തുടക്കത്തിൽ ഈ സംഘർഷം ആരംഭിച്ച ഘട്ടത്തിൽ ഉണ്ടായിരുന്ന റിപ്പോർട്ടുകൾ. അതിൽ നിന്ന് എപ്പോഴാണ് അവസ്ഥ മാറിയത്? ആ അവസ്ഥയിൽ സർക്കാരിൻ്റെ ഇടപെടൽ കാര്യക്ഷമമായി എന്ന് നഴ്സസ് അസോസിയേഷൻ കരുതുന്നുണ്ടോ? ഏകദേശം 42ഓളം നഴ്സുമാർ ആ സമയത്ത് തന്നെ ഇന്ത്യയിലേക്ക് തിരിച്ചു പോരാൻ സന്നദ്ധരായിരുന്നു. ഒരുപാട് ലക്ഷങ്ങൾ മുടക്കി ഇവിടുന്ന് പോയ 1-2 നഴ്സസ് ജീവിത സാഹചര്യങ്ങൾ കൊണ്ട് മാത്രമാണ് ആ സമയത്ത് അങ്ങനെ പറയുകയുണ്ടായത്. എങ്കിലും വളരെ ശുഭകരമായ ഒരു വാർത്തയാണ് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നാളെ 6 മണി 7 മണിയോടുകൂടി അവർ നെടുമ്പാശ്ശേരി എയർപോർട്ടിലെത്തും. വളരെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് കേരള സർക്കാരുകൾ എത്രമാത്രം ഇടപെടലുകൾ നടത്തിയിട്ടാണ് അവരുടെ മടക്കയാത്ര എന്ന് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യേണ്ടിയിരിക്കുന്നു. കാരണം അവിടെ യഥാർത്ഥത്തിൽ ഇടപെടലുകൾ നടന്നിട്ടുണ്ടോ? പരമ്പരാഗത രീതികളിലല്ല ഗവൺമെൻറ് ഇടപെട്ടതെന്ന് പറയുന്നു. ഇതിൽ പല വൈരുദ്ധ്യങ്ങളും ഇപ്പോൾ പല മാധ്യമങ്ങളിലും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. എങ്കിലും നേഴ്സ് എന്ന നിലയിലും ഒരു ഇന്ത്യൻ പൗരൻ നിലയിലും വളരെ സന്തോഷകരമായ ഒരു നിമിഷത്തിലാണ് ഞങ്ങൾ നഴ്സസ് അസോസിയേഷൻ ഈ അവസരത്തിൽ. അവരുടെ മാതാപിതാക്കളും എല്ലാവരും അവരെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ജിതിൻ ലോഹി, ഒരു കാര്യം കൂടി, ഇറാഖിലുണ്ടായിരുന്ന നഴ്സുമാരുടെ ഫോൺ നമ്പറുകളും മറ്റും മാധ്യമങ്ങൾക്ക് ലഭിച്ചിരുന്നു. അവരുമായി പലകുറി മാധ്യമങ്ങൾ സംസാരിക്കുകയും ചെയ്തിരുന്നു. അത്തരം സംസാരം സർക്കാർ തലത്തിൽ ഉണ്ടായിരുന്നു? അവരുടെ സുരക്ഷയെ സംബന്ധിച്ച് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന വിധത്തിലുള്ള നടപടികൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നു എന്ന്
നിങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ അവരിൽ നിന്ന് ലഭിച്ച മറുപടി അതെന്താണ്? തീർച്ചയായിട്ടും നമ്മുടെ കേരള ചീഫ് മിനിസ്റ്റർ ഉമ്മൻചാണ്ടി സാർ വളരെ ആത്മാർത്ഥമായി അദ്ദേഹത്തിൻ്റെ പരിമിതമായ ഇത്തരത്തിലുള്ള ഇറാഖുമായിട്ടുള്ള യുദ്ധ സാഹചര്യത്തിൽ അദ്ദേഹത്തിൻ്റെ പരിമിതമായ സാഹചര്യത്തിൽ പോലും നിരന്തരം നഴ്സുമാർക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ അവരുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. ഞങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നഴ്സുമാർ ഇത് പറയുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കിട്ടുന്ന അറിവുകൾ അതത് സമയത്ത് ഞങ്ങൾ CMുമായി പങ്കുവച്ചിരുന്നു. കൂടാതെ അജയ്കുമാർ എന്ന എംബസി ഉദ്യോഗസ്ഥൻ നഴ്സുമാർക്ക് ആത്മവിശ്വാസം നൽകുന്ന തരത്തിൽ പലതരത്തിലും അവരുമായിട്ട് ഫോൺ വിളികളും കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷേ ഒരവസരത്തിൽ 2-3 ദിവസങ്ങൾക്ക് മുമ്പ് നഴ്സുമാർ ഞങ്ങളോട് പറയുകയുണ്ടായി, ഞങ്ങളെ ഫോണിൽ ബന്ധപ്പെടുന്നു എന്നല്ലാതെ ഞങ്ങൾക്ക് ജീവൻ രക്ഷിക്കാനുള്ള ഒരു ഇടപെടലുകളും ഒരു നടപടികളും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അവർ 3 ദിവസങ്ങൾക്ക് മുമ്പ് ജീവന് വേണ്ടി യാചിച്ചിരുന്നു. പക്ഷേ കേരള ചീഫ് മിനിസ്റ്റർ നിരന്തരമായിട്ട് ഇവരുമായി ഇടപെട്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. റൈറ്റ്, മടങ്ങിയെത്താം TK ഹംസയിലേക്ക്. ശ്രീ TK ഹംസ, ഈ സംഘർഷം ആരംഭിച്ചപ്പോൾ തന്നെ അവിടെ നിന്ന് മടങ്ങാൻ സന്നദ്ധരായിരുന്നു നഴ്സുമാരിൽ ഭൂരിഭാഗവും എന്ന് ഇപ്പോൾ ജിതിൻ ലോക്കി പറഞ്ഞു. ഇത്രയും ദിവസങ്ങൾക്ക് ശേഷമാണെങ്കിൽ പോലും ഒരു ഇടപെടൽ നഴ്സുമാരുടെ കാര്യത്തിലെങ്കിലും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും അവരെ മോചിപ്പിക്കാൻ സാധിക്കുകയും ചെയ്തിരിക്കുന്നു. അത് ഒരു തരത്തിൽ പറഞ്ഞാൽ കേന്ദ്ര സർക്കാരിൻ്റെ വിജയമല്ലേ? അപ്പുറത്ത് മറ്റ് കുടുങ്ങിക്കിടക്കുന്ന ആളുകളെ രക്ഷിക്കുന്നതിൽ പരാജയമുണ്ടെങ്കിൽ പോലും നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ, കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചാൽ ആശ്വാസകരമായ ചില നടപടികളെങ്കിലും ഉണ്ടായി എന്ന് പറയേണ്ടി വരില്ലേ? ഈ നേഴ്സുമാരുടെ ജീവൻ കൊണ്ട് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയിട്ടുള്ള പ്രചരണപരമായ ചർച്ചയാണ് നടക്കുന്നത്. യഥാർത്ഥത്തിലുള്ള സ്ഥിതി നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ഒരു നെഗറ്റീവായിട്ട് അവർക്ക് മോചനമായില്ല എന്ന രീതിയിൽ പറയുന്നത് നാട്ടിലുള്ള രക്ഷിതാക്കളുടെ മനസ്സിൽ വേദന ഉണ്ടാക്കുമെന്നത് കൊണ്ടാണ് ഞങ്ങളൊക്കെ ഇതിൽ പറയാൻ ബുദ്ധിമുട്ടുന്നത്. യഥാർത്ഥത്തിൽ സംസ്ഥാന കേന്ദ്ര ഗവൺമെൻറ്റുകൾ ഫലപ്രദമായ ഒരു ഇടപെടലും നടത്തിയിട്ടില്ല എന്നതാണ് സത്യം. ഇത്രയും ദിവസമായില്ലേ അവരെ ഭീകരന്മാർ തട്ടിക്കൊണ്ടുപോയി മൊസൂളിൽ തടങ്കലിൽ വെച്ചിരിക്കുന്നു. തട്ടിക്കൊണ്ടുപോകുന്നതിന് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്നല്ലോ അവർ. അതിലൊന്നും ആരും ഇടപെട്ടില്ലല്ലോ. ഇപ്പം ഇങ്ങനെ ഗവൺമെൻറ് ഇടപെട്ടു, മുഖ്യമന്ത്രി സംസാരിച്ചു, ആഭ്യന്തരമന്ത്രി വിദേശകാര്യമന്ത്രിയെ കണ്ട് ഇങ്ങനെ പ്രചരിപ്പിക്കുക. ഒരു പ്രശ്നമുണ്ടായാൽ ഇമ്മീഡിയറ്റായിട്ട് പെട്ടെന്ന് അതിൽ ഇടപെടാനുള്ള നടപടികളിലെ സ്വീകരിക്കേണ്ടത്. 1989 കുവൈത്തിനെ ഇറാൻ ആക്രമിച്ചു. 1 ലക്ഷത്തോളം അഭയാർത്ഥികൾ അവിടെ കുടുങ്ങി. നമ്മുടെ കേരളക്കാർ അവർ ജോർഡാൻ്റെ അതിർത്തിയിലേക്ക് കടന്ന് മരുഭൂമിയിലാണ് താമസിച്ചിരുന്നത്. നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ് അന്ന് മുഖ്യമന്ത്രി നായനാരായിരുന്നു. ഞാൻ പൊതുമരാമത്ത് വകുപ്പിൻ്റെ മന്ത്രിയായിരുന്നു. അന്ന് ക്യാബിനറ്റ് തീരുമാനമെടുത്തു ഞാൻ അതിർത്തിയിലേക്ക് പോകണമെന്ന്. അന്ന് രാത്രി പുറപ്പെട്ടു ജോർഡാനിലെത്തി. ഞാൻ പുലരുമ്പോൾ ഇറാഖിൻ്റെ അതിർത്തിയിൽ അൽ റുവൈഷ് എന്ന് പറഞ്ഞ മരുഭൂമിയിൽ എത്തിച്ചേർന്നു. ഒരാഴ്ച അവിടെ താമസിച്ച് 1,24,000 ആളുകളെ അവിടുന്ന് കൊണ്ടുവന്ന് ബോംബെയിലെത്തിച്ചു. നാട്ടിൽ തീവണ്ടിക്ക് മാർഗം നാട്ടിൽ വീട്ടിൽ കൊണ്ടെത്തിച്ചു. അങ്ങനെയാണ് ഇടപെടുക. ഇമ്മീഡിയറ്റായിട്ട് ഇടപെടാനോ പോകാനോ അവിടുത്തെ എംബസി പോലും ശ്രമിച്ചില്ല എന്നതാണ് സത്യം. ഇത് വെറുതെ ഉമ്മൻചാണ്ടി അങ്ങനെ ചെയ്തു, മറ്റോൻ ഇങ്ങനെ പറഞ്ഞു, ഈ രീതിയിൽ ഇങ്ങനെ ചർച്ച ചെയ്ത് കൊണ്ടുപോവുക. അതിന് നേഴ്സസിൻ്റെ പ്രതീതിയാന്ന് പറഞ്ഞ് ഒരു നീലക്കുപ്പായക്കാരൻ അവിടുന്ന് ഇങ്ങനെ വർത്താനം പറയേണ്ട ആരാന്ന് എനിക്കറിഞ്ഞുകൂടാ. ഒരു സംഗതി നടന്നിട്ടില്ല. അവർ തീവ്രവാദികളുടെ കൈ, മുസോളി എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഇസ്ലാമിക് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന തീവ്രവാദികളുടെ കയ്യിലാണ്. അവിടെയാണ് ഇപ്പോൾ ഇവരുള്ളത്. അവർക്ക് ഭക്ഷണം പോലും ശരിക്കും കിട്ടുമോ ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. റൈറ്റ് മടങ്ങിയെത്താം TK ഹംസ താങ്കളിലേക്ക്. ഇപ്പോൾ KC വേണുഗോപാൽ, കോൺഗ്രസ് നേതാവ്, അദ്ദേഹം ടെലിഫോൺ ലൈനിലുണ്ട്. മുൻ കേന്ദ്രമന്ത്രി ശ്രീ KC വേണുഗോപാൽ, ഇറാഖിൽ ആഭ്യന്തര യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സുന്നി വിമത സംഘടനയ്ക്ക് എതിരായ നിലപാട് കേന്ദ്ര സർക്കാർ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇറാഖിൽ സുസ്ഥിരമായ ഭരണ സംവിധാനം നിലനിൽക്കണം എന്നാണ് ആഗ്രഹം എന്നും അതിനെ അട്ടിമറിക്കാൻ നടക്കുന്ന ശ്രമങ്ങൾ അപലപനീയമാണെന്നുമാണ് കേന്ദ്ര സർക്കാർ നിലപാടെടുത്തത്. ആ നിലയ്ക്ക് ഈ വിമതരുമായി നയതന്ത്ര ചർച്ചകൾ നടത്തുക എന്നത് ഭരണകൂടത്തിന് അസാധ്യവുമാണ്. അങ്ങനെ നോക്കുമ്പോൾ
ഇറാഖിലുള്ള ഇന്ത്യൻ പൗരന്മാരെ തിരികെ നാട്ടിലെത്തിക്കാൻ നടത്തിയ ശ്രമങ്ങൾ അത് ഒരു പരിധിവരെ സ്വാഗതം ചെയ്യപ്പെടേണ്ടതല്ലേ? അത് പൂർണ്ണമായിട്ടും സ്വാഗതം ചെയ്യപ്പെടുന്നതാണ്. ഒരുപാട് കോംപ്ലക്സിറ്റി ഉള്ള ഒരു ഇഷ്യൂ ആയിരുന്നു. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യത്തെതിരായിട്ട് രാജ്യത്തെ വിമതന്മാർ, സുന്നി വിമതന്മാർ അവിടെ നടത്തുന്ന പോരാട്ടമാണ്. അവരുടെ കയ്യിലേക്ക് നമ്മുടെ 46 നഴ്സുമാർ അകപ്പെട്ടു പോയി. ഇത് ഇന്ത്യയെ സംബന്ധിച്ചതും പൂർണ്ണമായും നയതന്ത്രാടിസ്ഥാനത്തിൽ പരിഹരിക്കാൻ ഒരുപാട് പ്രശ്നങ്ങളുള്ള ഒരു ഇഷ്യൂ. ആ ഇഷ്യൂവിനെ ടാക്കിൾ ചെയ്ത് നമുക്ക് ആശ്വാസമുള്ളത് 46 പേര് ഇപ്പൊ നാട്ടിലെത്തുന്നു, നാളെ രാവിലെ 7 മണിക്ക് എത്തുന്നു എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായ വാർത്തയാണ്. അത് കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോ കേരളീയനും ആശ്വാസത്തോടെ കാണുന്ന വാർത്തയാണ്. അതിന് സാഹചര്യം ഒരുക്കിയത് ഏത് രീതിയിലാണെങ്കിലും ആ റിസൾട്ടിനെ നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതാണ്. ഇത് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. ഇത്തരം നയതന്ത്ര പ്രശ്നങ്ങളിൽ വളരെ ബുദ്ധിപരമായിട്ട് മാത്രമേ ഒരു രാജ്യത്തിന് ഇടപെടാൻ പറ്റുള്ളൂ. താങ്കൾ പറഞ്ഞതുപോലെ ഇറാഖിലുണ്ടായ പ്രശ്നങ്ങളിൽ ആ ഇറാഖിലെ നിലവിലുള്ള സംവിധാനത്തിനെതിരായിട്ട് നിലപാട് സ്വീകരിക്കാൻ ഇന്ത്യക്ക് പരിമിതിയുണ്ട്. അപ്പോൾ വിമതന്മാരെ സന്തോഷിപ്പിച്ച് നിലപാടെടുക്കാൻ പറ്റില്ല. അപ്പൊ ഇതിനകത്തൊക്കെ നിന്നുകൊണ്ട് ഒരു പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഇന്ത്യ ഗവൺമെന്റ് ഇടപെട്ടിട്ടുണ്ട്. കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയും കേരള സർക്കാരും കഴിഞ്ഞ 2-3 ദിവസക്കാലമായി ഡൽഹിയിൽ ക്യാമ്പ് ചെയ്ത് കുറച്ച് ദിവസങ്ങളായി തന്നെ ഇതിപ്പം ആരെങ്കിലും സൂചിപ്പിച്ചതുപോലെ ഒരു രാജ്യത്തെ തീവ്രവാദികൾ ഇറങ്ങി അവിടെ കലാപം ഉണ്ടാക്കുന്നതിന് നമുക്ക് ഈ രാജ്യത്ത് നിയന്ത്രിക്കാനൊന്നും പറ്റില്ല. നമുക്ക് ചെയ്യാൻ പറ്റുന്ന പരമാവധി മാർഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി പ്രവർത്തനം സ്റ്റേറ്റ് ഗവൺമെന്റ് നടത്തിയിട്ടുണ്ട്. എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രിയും അതിനകത്ത് വലിയ കോൺട്രിബ്യൂഷൻ നടത്തിയിട്ടുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ശ്രീ കെ സി വേണുഗോപാൽ, ഒരു കാര്യം കൂടി, ഇപ്പോൾ ടി കെ ഹംസ സൂചിപ്പിച്ചതുപോലെ 1989 യുദ്ധസമയത്ത് 1 ലക്ഷത്തിലധികം ഇന്ത്യക്കാരെ അവിടെ നിന്ന് സമയബന്ധിതമായി ഒഴിപ്പിച്ച് കൊണ്ടുവരുന്നതിൽ കേന്ദ്ര സർക്കാരിന്, അന്നത്തെ സർക്കാരിന് സാധിച്ചിരുന്നു. അത് ഏറെ ശ്ലാഘിക്കപ്പെട്ടതുമാണ്. പക്ഷേ അത്തരത്തിലൊരു സുഘടിതമായ പ്രവർത്തനം ഈ കഴിഞ്ഞ ജൂൺ 8 തുടങ്ങി ഇന്ന് വരെ എത്തുന്നതിനിടയ്ക്ക് നടത്താൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചില്ല എന്നത് ഒരു പരാജയം തന്നെയല്ലേ? ഇപ്പോൾ നഴ്സുമാരെ വിട്ടയക്കുമ്പോൾ പോലും മറ്റു തൊഴിലാളികൾ 39 പേരെങ്കിലും വിമതരുടെ കസ്റ്റഡിയിലുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. അല്ല, ഞാൻ ഇക്കാര്യത്തിൽ ഈ ഓപ്പറേഷനകത്ത് കേന്ദ്ര ഗവൺമെന്റ് ചെയ്ത എല്ലാ കാര്യങ്ങളെ കുറിച്ചല്ല ഇപ്പൊ താങ്കൾ ചോദിച്ചതിനോട്, നഴ്സുമാരുടെ കാര്യമാണ് ചോദിച്ചത്. ഇതിനകത്ത് മുമ്പുണ്ടായിരുന്ന ഒരു ഇഷ്യൂ ആയിട്ട് ഇതിന് വ്യത്യാസമുണ്ട്. മുമ്പുണ്ടായിരുന്ന ഇഷ്യൂ ഇറാനും ഇറാഖും തമ്മിലുള്ള യുദ്ധമാണ്, 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. ഇറാഖ് ഗവൺമെന്റ് അന്ന് ഒറ്റക്കെട്ടായിട്ട് നിൽക്കുകയാണ്, ഇറാനും വരെ നിൽക്കുകയാണ്. ഇതല്ല, ഇത് ഇറാഖിനകത്ത് തന്നെയുള്ള വിമതന്മാരാണ്. ഇപ്പൊ അവർക്കെതിരായി ഇറാഖ് ഗവൺമെന്റ് തന്നെ യുദ്ധം ചെയ്യുന്ന സ്ഥിതിയിലാണുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ഇഷ്യൂ കോംപ്ലക്സ് ഉള്ളതാണ്, വലിയ സംശയമൊന്നുമില്ല. എന്ന് വെച്ച് അവിടെ എല്ലാ കാര്യങ്ങളും എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി ആദ്യമേ എല്ലാം കൃത്യമായി ചെയ്തു ഇപ്പൊ നമുക്ക് പറയാറായിട്ടില്ല. ഈ ഇഷ്യൂവിൽ നമുക്ക് ഇപ്പോൾ ഒരു ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുക എന്നതിലും ഗവൺമെന്റിന്റെ അലേർട്ട്നെസ് നമ്മൾ വളരെ കാര്യമായി ഉണ്ടാക്കിയെടുക്കാൻ പരിശ്രമിക്കുക. പരമാവധി ഇന്ത്യക്കാർക്ക് ഒരു പോറലും ഏൽക്കാതെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് നടത്തുന്ന ശ്രമങ്ങളിൽ എല്ലാ പിന്തുണയും കൊടുക്കുക. അതിന് അവർ വീഴ്ച വരുത്തുന്ന സന്ദർഭങ്ങളിൽ അവരെ തിരുത്തി കാണിക്കാൻ ശ്രമിക്കുക. ഇതില്ലാതെ ഇതിനകത്തൊരു പൊളിറ്റിക്സ് കാണാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തായാലും. ഇതിപ്പം മറ്റൊരു രാജ്യത്ത് നടക്കുന്ന ഒരു ആഭ്യന്തര പ്രശ്നത്തെ നമ്മുടെ ആളുകളെ, സഹോദരന്മാരെ ഇങ്ങോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ഫലപ്രദമായ നടപടി സ്വീകരിക്കുന്നതാണ്. എത്രമാത്രം ഫലപ്രദമായി എന്നുള്ളത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിലയിരുത്തപ്പെടേണ്ടതാണ്. അതിന് സമയമായിട്ടില്ല. ഗവൺമെന്റ് ജാഗ്രതയോടെ പ്രവർത്തിക്കണം എന്നുള്ളതിന് സംശയമൊന്നുമില്ല. ഇതൊക്കെ ഇക്കാര്യത്തില് എവാക്വേഷൻ പ്രോസസ്സ് കൃത്യമായിട്ട് അവിടെ കൊണ്ടുവരാൻ പറ്റുന്ന എംബസികളുമായി ബന്ധപ്പെട്ട് നടത്തുക എന്നുള്ളതാണ് കേരള ഗവൺമെന്റ് ഇക്കാര്യത്തിൽ എടുത്ത നിലപാട്. അത് തന്നെയാണ് എംബസിയുമായി ഡയറക്റ്റ് കോൺടാക്ട് കേരള ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരുന്നു, എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്ട്രി മുഖാന്തരവും നടത്തിക്കൊണ്ടിരുന്നു. എന്തായാലും ഇതിന്റെ ഒരു ഫലം. കെ സി വേണുഗോപാൽ, മടങ്ങിയെത്താം താങ്കളിലേക്ക്. ഇപ്പോൾ അർബലിൽ നിന്ന് പ്രിയംവദ നഴ്സ് ടെലിഫോൺ ലൈനിലുണ്ട്. പ്രിയംവദ, എന്താണ് മീഡിയ വണ്ണിൻ്റെ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? ISIS വിമതരുടെ പിടിയിലായിരുന്ന നഴ്സുമാർ അവിടെ എത്തിയിട്ടുണ്ടോ? പ്രിയംവദ, കേൾക്കാമോ?